പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും വിലയേറിയതുമായ നല്ലൊരു പ്രഭാതം ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രഭാതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ പ്രഭാത ചിന്തയിൽ ഇന്നത്തെ പ്രഭാത ചിന്ത, വേദപുസ്തകം നാം വായിച്ച് പഠിച്ചാൽ വേദപുസ്തകത്തിൽ കരഞ്ഞവരെ ഒരുപാട് പേരെ നമുക്ക് കാണുവാൻ കഴിയും. കഴിഞ്ഞ പ്രഭാതത്തിലെ ചിന്തയും ഇതിനോട് വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നുവെങ്കിലും ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്ക് പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ തന്ന ഈ ദൂത് നിങ്ങളുമായി കൈമാറുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് തിക്താനുഭവങ്ങളുടെ ഒക്കെ ഒരു മറ നീക്കിയുള്ള ഒരു വെളിപ്പാടായിരിക്കാം എന്ന് ഞാൻ ആശിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നത് ധാരാളം പ്രിയപ്പെട്ടവർ കരഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില കരച്ചിലുകളുടെ മുൻപിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അത്ഭുതകരമായി ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ജനം, അവർ ചെങ്കടലിൻ്റെ തീരത്ത് വന്ന് നിൽക്കുന്ന ഒരു രംഗമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ജനം 430 വർഷം ഇസ്രായേൽ മിസ്രൈമിൻ്റെ അടിമത്തത്തിലായിരുന്നു. അവിടെ പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു എന്നുള്ളതാണ്. ഇപ്പം 2 കാര്യങ്ങൾ ദൈവം അവിടെ ചെയ്യുകയാണ്. ഒന്ന്, അവരുടെ കഷ്ടത കാണുന്നു. 2, അവരുടെ നിലവിളി ദൈവം കേൾക്കുകയാണ്. ആ നിലവിളിയുടെ മറുപടി എന്താണ്? ആ നിലവിളിയുടെ മറുപടി എന്ന് പറയുന്നത് 430 വർഷത്തെ അടിമത്തത്തെ ഇല്ലാതാക്കി ഒരു ജനനദിയെ അവിടെ നിന്ന് പുറപ്പെടുവിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ പ്രാരംഭമായി ഒരു ദൂത് ഞാൻ കൈമാറാം. ഒരുപക്ഷെ ദീർഘമായ നാളുകളായി ശത്രു ഒരടിമയെപ്പോലെ നിന്നെ പന്താടുകയായിരിക്കാം. നിനക്കെങ്ങോട്ടും പോകുവാൻ കഴിയാതെ നിന്റെ കാലുകളെ ആമത്തിലിട്ടതുപോലെ, നിന്റെ കൈകാലുകളെ ബന്ധിച്ചതുപോലെ, ഒരുപക്ഷെ നിനക്കൊരു സ്വാതന്ത്ര്യമില്ലാതെ നീ അലയുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ 430 വർഷം എന്ന് പറയുന്നത് ദൈവം അബ്രഹാമിന് കൊടുത്ത ഒരു സമയമായിരുന്നു. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ആ ഇസ്രായേലിൻ്റെ ജനം അവിടെ നിന്ന് പുറപ്പെട്ടു. ഈ പ്രഭാതത്തിൽ പറയട്ടെ, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ഇന്ന് നീ അനുഭവിക്കുന്ന തിക്താനുഭവങ്ങളിൽ നിന്ന്, ഇന്ന് നീ അനുഭവിക്കുന്ന ചില അടിമത്തത്തിൽ നിന്ന്, ഇന്ന് നീ അനുഭവിക്കുന്ന ചില വേദനകളിൽ നിന്ന് നിന്നെ മുക്തി ചെയ്ത് നിന്നെ അവിടെ നിന്ന് വിടുവിച്ച് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഈ പ്രഭാതം അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ തരുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി സമർപ്പിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ വിടുതൽ ദൈവാത്മാവ് നൽകി തരുവാനിടയായിത്തീരും. ഇനി ഇസ്രായേലിൻ്റെ ജനത ചെങ്കടലിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. ഒരിക്കൽ അവരുടെ നിലവിളി ഒരടിമത്തത്തിൽ നിന്നുള്ള വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള നിലവിളിയായിരുന്നുവെങ്കിൽ നാളിതുവരെയും അവരനുഭവിച്ച തിക്താനുഭവങ്ങൾ, ചാട്ടവാറിൻ്റെ
ആ പ്രഹരങ്ങൾ, അതിൻ്റെ അകത്തുനിന്നുള്ള ഒരു വിടുതലായിരുന്നു അവർ ആഗ്രഹിച്ചതെങ്കിൽ ഇപ്പോൾ അവരുടെ മുൻപും പിൻപും അടയ്ക്കപ്പെട്ട അനുഭവത്തിൽ പുറകോട്ട് പോകുവാൻ സാധ്യമല്ല, മുൻപോട്ടും പോകുവാൻ സാധ്യമല്ല. പുറകിൽ ഫറവോനും സൈന്യവും, മുൻപിൽ ചെങ്കടല. എങ്ങനെ മുന്നോട്ട് പോകും? പുറകോട്ട് പോയാൽ വീണ്ടും സൈന്യം പിടിക്കുവാൻ സാധ്യതകളേറെയാണ്. മുൻപോട്ട് പോകുവാൻ യാതൊരു നിർവാഹവുമില്ല. പക്ഷേ എന്നെ ചിന്തിപ്പിച്ച വലിയ ഒരു ഘടകം, പ്രിയരെ, പുറകോട്ട് നിന്നെ കൊണ്ടുപോയി വീണ്ടും ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. ശത്രുവിൻ്റെ കയ്യിൽ നിന്നും അതിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്നെ വിടുവിച്ച് കൊണ്ടുവന്ന ദൈവമാണെങ്കിൽ ഇനി ആ ശത്രുവിനെ നിന്നെ വിട്ടുകൊടുക്കുകയില്ല. ആ ശത്രുവിനെ നിന്റെ കണ്ണിൻ്റെ മുൻപിൽ പരാജയപ്പെടുത്തി നിനക്ക് ചെങ്കടൽ ഒരു തുവർനിലമാക്കി തരാൻ ദൈവം വിശ്വസ്തനാണ്. പ്രാർത്ഥിക്കുവാൻ നിനക്ക് കഴിയുമോ? ഇനി നീ ശത്രുവിൻ്റെ കയ്യിൽ അമ്മാനമാടാൻ, പന്താടാൻ ദൈവം നിന്നെ വിട്ടുകൊടുക്കുകയില്ല. നിന്റെ കുടുംബജീവിതത്തെ, നിന്റെ തലമുറയെ, നിന്റെ ശുശ്രൂഷയെ, നിന്റെ ഭാവിയെ ഒന്നും ശത്രുവിന് ഇനി അമ്മാനമാടാൻ ദൈവം വിട്ടുകൊടുക്കുകയില്ല. ദൈവത്തിന് നിന്റെ മുൻപിൽ ഒരു വഴി തുറക്കുവാനുണ്ട്. ആ വഴി ഇസ്രായേൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, മിസ്രയീം അതിൽ കൂടെ നടക്കുവാൻ ശ്രമിച്ചാലും പരാജയപ്പെട്ടു പോകുന്ന ഒരത്ഭുതകരമായൊരു വഴി. ആ വഴി ഈ പ്രഭാതത്തിൽ ദൈവം നമുക്കായി തുറക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഞാൻ നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.